എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണിത്. വെറും 15 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ നാടൻ കൂന്തൽ റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ? ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട്. കൂന്തൽ വേവുമ്പോൾ അല്പം ചുരുങ്ങുമെന്നതുകൊണ്ട് തന്നെ ഈ ഒരു വലിപ്പത്തിൽ മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂന്തലിലെ ആ ഒരു നീച്ച് ഗന്ധം മാറാനും ഉപ്പും മഞ്ഞളും ഒക്കെ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കാനും ഇത് സഹായിക്കും. അല്പനേരം നമുക്കിത് മാറ്റിവെക്കാം. ഇനി മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ഈ കൂന്തൽ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കൂന്തലിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നോളും. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. കൂന്തൽ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം അടിച്ചെടുക്കാൻ. ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നത് നമ്മുടെ കൂന്തൽ റോസ്റ്റിന് നല്ലൊരു നാടൻ രുചിയും മണവും നൽകും. ഇപ്പൊ 2 വിസിൽ കഴിഞ്ഞ് കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതിരുന്നിട്ടും കൂന്തലിൽ നിന്ന് എത്രത്തോളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്. കൂന്തൽ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാചകത്തിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക മണം നമ്മുടെ കൂന്തൽ റോസ്റ്റിന് കൂടുതൽ രുചി നൽകും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ അല്പം ഉപ്പ് കൂടി ചേർക്കുന്നത് നല്ലതാണ്. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ നല്ലൊരു എരിവിനായി 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ ഇടിച്ച മുളക് കൂടി ചേർക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റിന് നല്ലൊരു എരിവും അതുപോലെ കാണാൻ നല്ലൊരു ഭംഗിയും നൽകാൻ ഈ ഇടിച്ച മുളക് സഹായിക്കും. മസാലയുമായി ചേർന്ന് ഇതിൻ്റെ ആ ഒരു മണം വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിലെ വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കാം.
ഈ വെള്ളം മസാലയുമായി ചേർന്ന് നന്നായി ഒന്ന് വറ്റി വരണം. ഇങ്ങനെ ചെയ്യുന്നത് മസാലയുടെ രുചി കൂന്തലിലേക്ക് നന്നായി പിടിക്കാൻ സഹായിക്കും. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂന്തൽ വേവിച്ചപ്പോൾ ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം നോക്കി ചേർത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം മസാലയും ആ വെള്ളവും കൂടി നന്നായി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. മസാല ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ തക്കം നോക്കി, നമ്മുടെ മിട്ടു ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കക്ഷി കണ്ണടച്ച് കിടക്കുന്നത് കണ്ട് ഉറങ്ങിയാണെന്ന് മാത്രം കരുതല്ലേ. കൂന്തൽ റോസ്റ്റിന്റെ മണം പിടിച്ച് ഓരോ നീക്കവും ശ്രദ്ധിച്ചു കിടക്കുകയാണ്. നോക്കൂ, നമ്മുടെ മസാലയൊക്കെ വെള്ളം വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ബാക്കിയുള്ള കൂന്തൽ കഷ്ണങ്ങൾ കൂടെ ഇതിലേക്ക് ചേർക്കാം. കൂന്തലും മസാലയും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയൊക്കെ കൂന്തലിൽ നന്നായി പിടിച്ചു വരുമ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ശരിക്കും ആ നാടൻ ലുക്കിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ നാവിൽ വെള്ളം ഊറുന്ന നാടൻ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ കഷ്ണങ്ങളിൽ നന്നായി പിടിച്ച് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പാനായി ഒരു ബൗളിലേക്ക് മാറ്റാം. ചൂടുള്ള ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ ഇത് അതീവ രുചികരമാണ്. അപ്പോൾ നമ്മുടെ നാടൻ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി. ഇതിനാവശ്യമായ ചേരുവകളും അളവുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുമല്ലോ.